നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്യാൻസർ ചികിത്സാ സഹായ വിതരണം അരൂരിൽ നടന്നു. വാർത്തകൾ വിശദമായി. അരൂരിൽ പരിപാലന ട്രസ്റ്റിന്റെ ചികിത്സാ സഹായ വിതരണം നടന്നു. 40 പേർക്ക് ധനസഹായം നൽകി. ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായധന വിതരണം സംഘടിപ്പിച്ചു. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് ചെയർപേഴ്സൺ ഡോക്ടർ മേരി അനിത ഉദ്ഘാടനം ചെയ്തു. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഇന്നും പറയുന്നു, സേവയുടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ കൂട്ടി ചേർക്കാൻ പറ്റുമെങ്കിൽ, അവർ കൂടി നിൽക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. 18 വർഷമായിട്ട് കുറേ കാര്യം, അതും വലിയ കോർപ്പറേറ്റ്സിൻ്റെ സഹായമില്ലാതെ, സർക്കാരിൻ്റെ സഹായമില്ലാതെ സുമനസ്സുകളെ ഓർത്തുപിടിച്ച് സ്വന്തം വീട്ടിൽ നിന്നാണ് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരിക. അതാണ് എനിക്ക് ഏറ്റവും വലിയ നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. ട്രസ്റ്റ് ചെയർമാൻ സേവ്യർ പോത്തമ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖജാൻജി സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ, പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ മോഹനൻ നായർ, സാമൂഹിക പ്രവർത്തക ഷീബ ജെറോം, ട്രസ്റ്റ് സെക്രട്ടറി തോമസ് ഔസേഫ് തുടങ്ങിയവർ സംസാരിച്ചു. അരൂർ മേഖലയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇവർക്കാവശ്യമായ ചികിത്സാ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് ക്യാൻസർ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഡോക്ടർ മോഹനൻ നായർ ക്ലാസ് എടുത്തു. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് വലിയ ആത്മവിശ്വാസമായി. അകാരണമായ ഭയം ഒഴിവാക്കി രോഗത്തെ നേരിടാൻ ഇത്തരം അനുഭവസാക്ഷ്യങ്ങൾ സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് വികാരി ഡോക്ടർ റാഫി പരിയാത്തുശ്ശേരി ക്യാൻസർ രോഗ ചികിത്സയെയും പ്രതിരോധത്തെയും കുറിച്ച് ഡോക്ടർ മോഹനൻ നായർ രചിച്ച പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് അർഹരായ 40 പേർക്ക് ചികിത്സാ സഹായധനം വിതരണം ചെയ്തു. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.